നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്, മൾട്ടി ബ്രാൻഡഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ, ഓപ്പോസിറ്റ് SBI ബാങ്ക്, കിഴക്കേതല, കരുവാരുകുണ്ട്. ബ്രാഞ്ച് പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുളായി, എടക്കര. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ കാലനാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. KC വേണുഗോപാൽ കാലനാണെന്ന മന്ത്രി റിയാസിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതാക്കളും മലപ്പുറം ജില്ലയെ അവഹേളിച്ചതിൽ M സ്വരാജ് നിലപാട് വ്യക്തമാക്കണമെന്നും നിലമ്പൂർ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസും ആവശ്യപ്പെട്ടു. മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണെന്ന CPM നേതാക്കളുടെ അഭിപ്രായത്തോട് യോജിപ്പുണ്ടോയെന്നും വയനാട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചത് ന്യൂനപക്ഷ വർഗീയ വോട്ടുകൊണ്ടാണെന്ന CPM PB അംഗം A വിജയരാഘവന്റെ അഭിപ്രായം അംഗീകരിക്കുന്നുണ്ടോയെന്നും മലപ്പുറം ജില്ലയെ സ്വർണ്ണക്കടത്തിന്റെയും തീവ്രവാദത്തിന്റെയും കേന്ദ്രമാക്കി അവഹേളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ അഭിമുഖം പിൻവലിക്കാൻ ആവശ്യപ്പെടുമോ എന്നും UDF യുവ നേതാക്കൾ ചോദിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആളല്ല. PV Anwar ഞങ്ങളുടെ നേതാവുമല്ല. പക്ഷെ PV Anwar 9 വർഷക്കാലം ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്ന സർക്കാരുമായിട്ട് അന്ന് PV Anwarന്റെ വാക്കുകൾക്കാണ് പ്രതിഫലിച്ചു കൊടുക്കുന്നതെങ്കിൽ 9 വർഷക്കാലം സർക്കാരിന്റെ ഭാഗമായി നിന്ന് കണ്ടു പറയുന്ന കാര്യങ്ങൾക്ക് ആദ്യം മറുപടി പറഞ്ഞിട്ട് ബാക്കി പ്രതിപക്ഷത്തിനെതിരായിട്ട് സ്വാഭാവികമായിട്ടും ആ സർക്കാരിന്റെ ഭാഗമായി നിന്നിരിക്കുന്ന ആളുകൾ ആക്ഷേപം ഉന്നയിക്കുമല്ലോ. അത് സ്വാഭാവികമാണല്ലോ. ഇനി അങ്ങനെ ചോദ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ചോദിച്ചോട്ടെ, മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ശേഷം ഈ ജില്ലയിലെ കുട്ടികൾ SSLCക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സാകുമ്പോൾ ഉറക്കമുളച്ചിരുന്ന പഠിച്ച് അവരുടെ അധ്വാനത്തെ പോലെ എത്തിയതുകൊണ്ട് ശ്രീ VS അച്യുതാനന്ദൻ അത് കോപ്പിയടിച്ചുണ്ടായ ജയമാണെന്ന് പറഞ്ഞതിനെ പറ്റി എന്താ ശ്രീ M സ്വരാജിന്റെ നിലപാട്? ശ്രീ M സ്വരാജിന് VSുമായിട്ട് പല വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുണ്ടായിരുന്നല്ലോ. അത് VS തന്നെ പല അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് വ്യക്തിപരമായി പറയാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് VSന്റെ ആ നിലപാടിനോട് ഈ സ്ഥാനാർത്ഥിയുടെ നിലപാടെന്താണ്? ഇനിയും ദ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിന് അദ്ദേഹത്തിന്റെ ആദർശ നേതാവായ ശ്രീ പിണറായി വിജയൻ കൊടുത്തിരിക്കുന്ന പ്രത്യേക PR അഭിമുഖം, ഏതൊരു അഭിമുഖമല്ല, ഒരു PR അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെ ഈ കേരളത്തിന്റെ സ്വർണ്ണക്കടത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്ന രീതിയിൽ വക്രീകരിച്ചതിനെ പറ്റി എന്താണ് ശ്രീ M സ്വരാജിന്റെ നിലപാട്? ഈ നാട്ടിലെ ജനങ്ങൾ എന്തിനാ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത്? വോട്ട് ചെയ്ത് കഴിയുന്ന ആളുകളെ തീവ്രവാദികളെന്ന് വിളിക്കുന്ന ആൾക്കല്ലേ ഇവർ ചുമതല കൊടുത്തിരിക്കുന്നത്? അപ്പൊ ഇതിനൊക്കെ മറുപടി പറയട്ടെ. വർത്തമാന കാലത്തുണ്ടായ നമ്മളെ കണ്ണിൽ കണ്ട ഈ സംഭവങ്ങൾക്ക് ശ്രീ M സ്വരാജ് മറുപടി പറയട്ടെ. അന്ന് മറുപടി പറയുന്ന ചോദ്യം അതിന് സ്വാഭാവികമായി ഞാൻ മറുപടി ഞാൻ പറയാം. ഒരു ചോദ്യം ചോദിച്ചല്ലോ. അപ്പോ ഒരു നിലമ്പൂർ മുനിസിപ്പാലിറ്റി നേരത്തെ നിലമ്പൂർ പഞ്ചായത്തായിരുന്നു. നിലമ്പൂർ പഞ്ചായത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ആക്കണമോ എന്ന ചർച്ച നടക്കുന്ന സമയത്ത് മുനിസിപ്പാലിറ്റി ആക്കണം എന്നൊരു പക്ഷം, അത് പഞ്ചായത്ത് തന്നെയായി തുടരണമെന്ന് വേറൊരു പക്ഷം. അപ്പൊ പഞ്ചായത്തായി തുടരണം എന്ന നിലപാട് സ്വീകരിച്ചു എന്നതുപോലെയാണോ ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ വർഗീയവാദികളാണ് എന്ന് പറയുന്നത്? മലപ്പുറം ജില്ല റവന്യൂ അതിർത്തി, മലപ്പുറം റവന്യൂ ജില്ല വിഭജിച്ച് മലപ്പുറമായി ഒരു ജില്ല ഉണ്ടാക്കണം വേണ്ട എന്ന ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഒരു നിലപാട് സ്വീകരിക്കുന്നത് പോലെയാണോ ആ ജില്ല രൂപീകരിച്ചതിന് ശേഷം ആ ജില്ലയിലെ ജനങ്ങൾ മുഴുവനും വർഗീയവാദികളാണ് എന്ന് പറയുന്നത്? ഇതിനെങ്ങനെയാണ് സമീകരിക്കാൻ കഴിയുക? ആര് പറഞ്ഞത്? കോൺഗ്രസ്. ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? ജനസംഘമാണ് പറഞ്ഞത്. ജനസംഘവുമായി ചേർന്നത്. ദേശീയവാദ തകർച്ചയിൽ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനേക്കാൾ ആവേശത്തോടെയാണ് മന്ത്രി റിയാസ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ ന്യായീകരിക്കുന്നത്. കേരളത്തിന്റെ യുവരാജാവാണെന്ന തലക്കരത്തിൽ നിന്നും റിയാസ് താഴെ ഇറങ്ങണമെന്നും ആവശ്യപ്പെട്ടു. ഹൈവേ വികസനത്തിൽ റിയാസിന്റെ പൊതുമരാമത്ത് വകുപ്പിന് എന്ത് റോളാണുള്ളതെന്ന് വ്യക്തമാക്കണം. 35 ലക്ഷം ചെലവിട്ട് റീൽസ് എടുത്ത് തള്ളിമറിക്കുകയാണ് റിയാസ് എന്നും കുറ്റപ്പെടുത്തി. മലപ്പുറം ജില്ലയിലെ കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയപ്പോൾ കോപ്പിയടിച്ചാണ് ജയിച്ചതെന്നാണ് VS അച്യുതാനന്ദൻ പറഞ്ഞത്. CPM നേതാക്കൾ തുടർച്ചയായി മലപ്പുറത്തെ ജനങ്ങളെ ആക്ഷേപിക്കുകയാണെന്നും ഇരുവരും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.